കെ അബ്ദുറബ്ബ് 9 മിനിറ്റ്. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ്. സർ, ഗതാഗത വകുപ്പിൽ മന്ത്രി മാറി എന്നല്ലാതെ മറ്റൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. പക്ഷെ കഴിഞ്ഞ മന്ത്രിയും ഈ മന്ത്രിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. സർ, ഈ മന്ത്രി കച്ചവട കണ്ണുള്ള മന്ത്രിയാണ്. നാട്ടിലും വിദേശത്തുമൊക്കെ ഒട്ടേറെ കച്ചവടങ്ങളുള്ള മന്ത്രിയാണ്. കച്ചവടം ലാഭത്തിനു വേണ്ടിയാണ്. തീർച്ചയായും അദ്ദേഹം ചോദ്യോത്തരവേളയിൽ പ്രഖ്യാപിച്ചതുപോലെ ഒരു വർഷം കൊണ്ട് KSRTCയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് അത് ലാഭത്തിലാക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ ഞാൻ മുഖവിലക്കെടുക്കുകയാണ്. സർ, ഈ പഠന പദ്ധതികളോ അവയുടെ സമഗ്ര റിപ്പോർട്ടുകളോ ഇല്ലാത്തതല്ല സംസ്ഥാനത്തിന്റെ ഗതാഗത മേഖലയിൽ നിർണായക സ്ഥാനം ഉറപ്പിച്ച KSRTCയുടെ ജീർണതയ്ക്ക് കാരണം. കുത്തഴിഞ്ഞ മാനേജ്മെന്റ് സംവിധാനം, ധൂർത്ത്, പാഴ്ചെലവ്, ലാഭകരമല്ലാത്ത ഷെഡ്യൂളുകൾ പുനഃക്രമീകരിക്കാത്തത്, സ്വകാര്യ മേഖലയ്ക്കും സമാന്തര സർവീസുകൾക്കും മികച്ച കളക്ഷൻ ലഭിക്കത്തക്ക വിധത്തിൽ KSRTC ബസ്സുകൾ അകമ്പടി സേവിക്കുന്നത്, രാഷ്ട്രീയമായ താൽപര്യങ്ങൾ, ഈ പാളിച്ചകൾ തിരുത്താനോ കണ്ടുപിടിക്കാനോ ആരുമില്ലാതെ പോയതിന്റെ കെടുതിയാണ് ഗതാഗത വകുപ്പിൽ KSRTC നേരിടുന്ന വലിയ ദുരന്തം. മാനേജ്മെന്റിന്റെയും ജീവനക്കാരുടെയും മനോഭാവത്തിൽ കാതലായ മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു പഠന റിപ്പോർട്ടിനും KSRTCയെ രക്ഷപ്പെടുത്താനാകില്ല. സർ, സ്ഥാപനത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാണെന്ന് ബോധ്യമായിട്ടും പഴയ ശൈലി ഉപേക്ഷിക്കാൻ KSRTC മാനേജ്മെന്റും ഭരണകക്ഷി യൂണിയനും കഴിയുന്നില്ല. വരുമാന ചോർച്ചയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങൾ പരിശോധിക്കുകയും രോഗം നിർണയിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സ നൽകിയില്ലെങ്കിൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് ഗതാഗത രംഗം, പ്രത്യേകിച്ച് KSRTC തകർന്നു തരിപ്പണമാകും. സർ, നിലവിൽ KSRTC നടപ്പിലാക്കുന്ന പരിഷ്കരണ നടപടികൾ ഒന്നുപോലും ഫലപ്രദമായില്ലെന്ന് മാത്രമല്ല, ചാർജ് വർധനവ് മൂലം പ്രതിദിന വരുമാനം 6 കോടി രൂപയിൽ നിന്നും 5 കോടി രൂപയായി താഴെയായിരിക്കുകയാണ്. സർ, ഇതിനിടയിലും ലാഭകരമായി ഷെഡ്യൂളുകൾ നടത്തുന്നതിന് നേതൃത്വം നൽകുന്ന ജീവനക്കാരെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി രാഷ്ട്രീയത്തിന്റെയും മറ്റ് താൽപര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ സ്ഥലം മാറ്റുന്ന നടപടികൾ മാനേജ്മെന്റ് സ്വീകരിക്കുന്നത് കാണുമ്പോൾ എന്നെ തല്ലണ്ട അമ്മാവ ഞാൻ നന്നാവില്ല എന്ന് പറയുന്നത് പോലെയാണ്. സർ, KSRTCയുടെ ആസ്തി 1 ലക്ഷം കോടിക്ക് മേലുള്ളപ്പോൾ ബാധ്യത 4000 കോടി മാത്രമാണ്. കോടീശ്വരൻ പിച്ചക്കാരനായി ജീവിക്കേണ്ടി വന്ന അവസ്ഥയാണ് സർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 3000 കോടി രൂപ കിട്ടുമോ എന്ന ഉറപ്പില്ലാത്തത്. കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന് പറയും പോലെ പ്രഖ്യാപിച്ച കോടികൾ പെട്ടിയിൽ വന്നാൽ ഓടും, ഇല്ലെങ്കിൽ കട്ടപ്പുറത്താകും. സർ, KURDFCയുടെ 76 AC ലോ ഫ്ലോർ ബസ്സുകൾ കട്ടപ്പുറത്താണ്. അതിനാൽ ഈ ഇനത്തിലുള്ള വരുമാന ചോർച്ചയും ഉണ്ടാവുകയാണ്. സർ, പിങ്ക് ബസ് സ്ത്രീകളെ KSRTC ബസ്സിൽ കയറ്റുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന ഈ ബസ്സുകളിൽ സ്ത്രീ കണ്ടക്ടർമാരാണ് ഉണ്ടായിരുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ 2 ബസ്സുകൾ തുടക്കത്തിലെ നിർത്തി മറ്റു ജില്ലകൾക്ക് നൽകുമെന്ന് പറഞ്ഞത് നടപ്പാക്കിയിട്ടില്ല. സർ, അതുപോലെ തന്നെ മുൻ സർക്കാർ നടപ്പിലാക്കിയ സിൽവർ ജെറ്റ് ബസ്സുകൾ KSRTCക്ക് വലിയ വരുമാന സ്രോതസ്സായിരുന്നു. സംവിധാനത്തെ മാനേജ്മെന്റിന്റെ പിടിപ്പുകേട് മൂലം നിർത്തലാക്കിയിരിക്കുകയാണ്. അങ്ങനെ സിൽവർ ജെറ്റും ക്രാഷ് ലാൻഡ് ചെയ്തു. സർ, ഹൈടെക് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ 18 എണ്ണം തുടങ്ങിയത് ഇപ്പോൾ ഉപയോഗശൂന്യമായിരിക്കുകയാണ്. സർ, ആധുനിക സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും അതൊന്നും പ്രവർത്തിക്കുന്നില്ല. പരിപാലന ചുമതല ഏറ്റെടുത്തുള്ള കമ്പനി അറ്റകുറ്റപ്പണികൾ നടത്തുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാരണമായി പറയുന്നത്. സർ, KSRTCയെ നവീകരിക്കുന്നതിനുള്ള കൊൽക്കത്ത IIM പ്രൊഫസർ സുശീൽ ഖന്നയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയാൽ മാത്രമേ KSRTCയും സാധാരണക്കാരും രക്ഷപ്പെടുകയുള്ളൂ. സർ, ഈ കൊച്ചിൻ മെട്രോയുടെ പ്രവർത്തനം ഉടനെ ആരംഭിക്കുന്നതിന് നടപടികൾ പൂർത്തിയായി വരികയാണ്. സംസ്ഥാനത്ത് മെട്രോ റെയിൽവേയുടെ പ്രവൃത്തി ഉദ്ഘാടന സമയത്ത് ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന ഇടതുപക്ഷമാണ് സംസ്ഥാന സർക്കാരിന്റെ 1ാം വർഷത്തെ പദ്ധതിയിൽ ഈ സർക്കാരിന്റെ നേട്ടമാണെന്ന് അവകാശപ്പെട്ട് മെട്രോ റെയിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. ഒരു വർഷം കൊണ്ട് ഒരു പുതിയ പദ്ധതിയോ ജനോപകാരപ്രദമായ പദ്ധതികളോ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ കഴിയാത്ത സർക്കാരാണ് എട്ടുകാലി മാമൂഞ്ഞിന്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്നത്. സർ, ടൂറിസം രംഗത്ത് 2016 ഡിസംബർ 1 നടത്തിയ ക്വിക്ക് സർവേയിൽ കണ്ടെത്തലുകൾ അനുസരിച്ച് വിനോദസഞ്ചാരികളുടെ വരവിൽ 15 മുതൽ 20% വരെ കുറവ് വരുമെന്നാണ് സർ കണക്കാക്കിയിട്ടുള്ളത്. ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ വരവിൽ 20 മുതൽ 40% വരെ കുറവുണ്ടാകും എന്നാണ് പറയുന്നത്. ടൂറിസം കേന്ദ്രങ്ങളുടെ പൊതുനിലവാരം മെച്ചപ്പെടുത്തുവാൻ
സർക്കാർ തുടക്കമിട്ട ഗ്രീൻ കാർപ്പറ്റ് പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി ഈ ബഡ്ജറ്റിൽ ഒരു പൈസ പോലും അനുവദിച്ചിട്ടില്ല സർ. ഇതുവരെ ഈ പദ്ധതിക്കായി 30 കോടി രൂപ ഇതുവരെ അനുവദിച്ചിരുന്നു. ജനകീയ കൂട്ടായ്മയും ഉത്തരവാദിത്ത ടൂറിസവുമൊക്കെ സമ്മേളിക്കുന്ന പദ്ധതി കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിച്ചാലേ ടൂറിസം മേഖലയിൽ കേരളത്തിന് പുതിയ മേഖലകൾ തുറക്കാനാകും. ഈ വർഷത്തെ സീസൺ ആരംഭിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും കോവളം തീരത്ത് ഒരു ബൾബ് പോലും പ്രകാശിപ്പിക്കുവാൻ ടൂറിസം വകുപ്പിനായിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമില്ലായ്മയും നിസ്സംഗതയുമാണ് ഇതിന് കാരണം സർ. അതുപോലെ മാലിന്യ കൂമ്പാരമായ കേരളത്തിലെ ബീച്ചുകൾ, അതോടൊപ്പം തന്നെ തെരുവ് നായ്ക്കളുടെ വിഹാര കേന്ദ്രമായ കേരളത്തിലെ ബീച്ചുകൾ ടൂറിസ്റ്റുകളെ വളരെയേറെ പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. സഹസ്ര കോടികളുടെ വരുമാനം നേടിത്തരുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ നൽകുന്ന ടൂറിസം മേഖല ഇപ്പോഴും സർക്കാരിന്റെ മുൻഗണനാ മേഖലയിൽ പെട്ടിട്ടില്ല സർ. മൂന്നാറിലെ കയ്യേറ്റവും അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളും സമരവും മറ്റും ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളെ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്നും അകറ്റാനേ ഉതവുകയുള്ളൂ. തേക്കടിയിൽ വനംവകുപ്പും ടൂറിസം വകുപ്പും തമ്മിൽ ഏകോപനമില്ലാത്തതിനാൽ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടായിട്ടുണ്ട് സർ. സർ, നന്ദി വീണ്ടും വരിക എന്നതിൽ നിന്ന് വിനോദസഞ്ചാരികൾ പറയാൻ പോകുന്നത് നന്ദി ഇനി ഇങ്ങോട്ടില്ല എന്നുള്ള ഒരു മെസ്സേജാണ് സർ അവർ തരുന്നത്. ഫലത്തിൽ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ളത് ഓ ഗോഡ് വാട്ട് എ കൺട്രി എന്ന് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ടൂറിസം മേഖല പോയിക്കൊണ്ടിരിക്കുകയാണ് സർ. കേരളത്തിന്റെ സാമ്പത്തിക ഘടനയുടെ നട്ടെല്ലായ സഹകരണ മേഖല തകർത്തെറിയുന്നതിനുള്ള ശ്രമങ്ങളാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരും ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ സാമ്പത്തിക ഘടനയുടെ താങ്ങും തണലുമായ സഹകരണ പ്രസ്ഥാനത്തെ മുച്ചൂടും തകർക്കുന്നതിനുള്ള ശ്രമങ്ങൾ നോട്ട് നിരോധനവുമായും മറ്റും തുടർന്നുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയപ്പോൾ സംസ്ഥാന സർക്കാരാകട്ടെ സഹകരണ ഭേദഗതി ഓർഡിനൻസിലൂടെ ജനാധിപത്യപരമായി നന്നായി പ്രവർത്തിച്ചു വന്നിരുന്ന 2018 മെയ് വരെ കാലാവധി ഉണ്ടായിരുന്ന 14 ജില്ലാ സഹകരണ ബാങ്കുകളെയും സംസ്ഥാന സഹകരണ ബാങ്കുകളെയും ഭരണസമിതി അസാധുവാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു ഓർഡിനൻസിലൂടെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസംവിധാനത്തെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അസാധുവാക്കിയ നടപടി തികഞ്ഞ അവസരവാദപരവും അസഹിഷ്ണുതയുടെ പ്രകടമായ തെളിവുമാണ് സർ. സഹകരണ മേഖലയെ പുനരുദ്ധരിപ്പിക്കാനുള്ള നടപടികൾ നടത്തുന്നുവെന്ന ഗിമ്മക്ക് കാണിക്കുന്ന ഈ സർക്കാർ എന്തുകൊണ്ടാണ് സഹകരണ ബാങ്കുകളിലെ നിക്ഷേപങ്ങളോട് അയിത്തം കാണിക്കുന്നത്? പൊതുമരാമത്ത് വകുപ്പിലും തദ്ദേശ സ്വയംഭരണ വകുപ്പിലും ടെൻഡർ നടപടികളിൽ സഹകരണ ബാങ്കുകളുടെ സ്ഥിര നിക്ഷേപം സ്വീകരിക്കാത്തത് സർക്കാരിന് തന്നെ സഹകരണ സ്ഥാപനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ? KSFE-യുടെ പോലും സഹകരണ ബാങ്കുകളുടെ സ്ഥിര നിക്ഷേപം ഈടായി സ്വീകരിക്കുന്നതിന് എന്താണ് സർ തടസ്സം? സർ, വിഷുവിനോടനുബന്ധിച്ച് സർക്കാർ കടുത്ത നോട്ടുക്ഷാമം നേരിട്ടപ്പോൾ ബാങ്കുകളിൽ നിന്നും തുക പിൻവലിച്ച് ട്രഷറികളിൽ നിക്ഷേപിക്കാൻ നിർദ്ദേശിച്ചിട്ട് എത്ര തുക നിക്ഷേപിച്ചുവെന്ന് വ്യക്തമാക്കാമോ? എന്തുകൊണ്ട് ഈ തുക സഹകരണ ബാങ്കുകളിലും നിക്ഷേപിച്ചുകൂടാ? സഹകരണ മേഖലയിൽ കോർ ബാങ്കിംഗ് നടപ്പിലാക്കുന്നതിൽ ഉണ്ടായ ഉദാസീനതയും റുപേ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഏർപ്പെടുത്താത്തതിനാൽ കാർഷിക വായ്പാ വിതരണം തടസ്സപ്പെടുന്നതും തകരുന്ന സഹകരണ മേഖലയെ വീണ്ടും തകർത്തെറിയുന്നതിന് കഴിയും സർ. സ്വതവേ ദുർബല പിന്നെ ഗർഭിണിയും എന്ന രീതിയിലാണ് കേരളത്തിന്റെ സഹകരണ മേഖല എത്തിപ്പെട്ടിരിക്കുന്നത്. ഇത് പരിഹരിച്ചില്ലെങ്കിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാതെ സഹകരണ മേഖല ഒറ്റപ്പെട്ടു പോകും. കൂടാതെ ഭരണത്തിന്റെ തണലിൽ ഇന്ത്യൻ കോഫി ഹൌസ് സഹകരണ സംഘം പിടിച്ചെടുക്കുന്നതിനുള്ള നീക്കം എല്ലാ ജനാധിപത്യ മര്യാദകളെയും ലംഘിക്കുന്ന നടപടിയാണ്. ഇത് ഇടത് യൂണിയനുകൾ സ്വീകരിച്ചു വരുന്നത്. സഹകരണ അപെക്സ് സ്ഥാപനങ്ങളിലെ നിയമനം PSC വഴിയാക്കാനുള്ള തീരുമാനം അട്ടിമറിക്കപ്പെട്ടതിലൂടെ അഴിമതിയും സ്വജനപക്ഷാതവും നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് സർ. ഇത്തരത്തിൽ നന്നായി പ്രവർത്തിച്ചു വന്നിരുന്ന സഹകരണ സ്ഥാപനങ്ങളെ കേന്ദ്ര സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞ് തകർക്കുകയാണെങ്കിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങളെ SBI പോലെ തീവട്ടിക്കൊള്ള നടത്തുന്ന ബാങ്കുകളിലേക്ക് സാമ്പത്തിക ആവശ്യങ്ങൾക്ക് പറഞ്ഞയക്കേണ്ട സ്ഥിതി വരും സർ. ആയതിനാൽ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തി വേണം കേരള ബാങ്ക് പോലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ. ഈ 3 വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോസിറ്റീവായി ഒന്നും കാണാത്തതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ജനാഭ്യർത്ഥനകളെ എതിർക്കുന്നു.